ഹലോ ഗൈസ്, നിങ്ങൾക്ക് ബോഗൺവില്ല ഇഷ്ടമാണോ? എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അതിനെ കടലാസ് പൂവെന്നും പറയും. നമ്മളപ്പം ഇന്ന് ഇവിടെ ക്രീപ്പ് പേപ്പർ വെച്ച് ബോഗൺവില്ല ആണ് ട്ടോ ഉണ്ടാക്കാൻ പോണേ. കോളേജ് ഫെസ്റ്റിന് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഡെക്കറേഷൻ ഉണ്ടായിരുന്നു. സത്യത്തിൽ ഐഡിയ ചെറി ബ്ലോസം സെറ്റപ്പ് ചെയ്യാമെന്നായിരുന്നു. പക്ഷെ നമ്മുടെ കയ്യിൽ അത്ര ടൈമില്ല, പെട്ടെന്ന് തന്നെ തീർക്കണം. പെട്ടെന്ന് തീർക്കാനുള്ള ബെസ്റ്റ് ഐഡിയ ആയിരുന്നു ഈ ബോഗൺവില്ല. എല്ലാവർക്കും അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് കണ്ടാലോ? അതിന് നമ്മൾ ക്രീപ്പ് പേപ്പർ ഇങ്ങനെ സ്ക്വയർ ആയിട്ട് ആദ്യം കട്ട് ചെയ്യണം. ഇനി അതിൻ്റെ എൻഡ്സ് ഷാർപ്പായിട്ടില്ല ഉണ്ടാവും, അത് നമുക്ക് കേർവായിട്ടൊരു റൗണ്ട് പോലെ നമുക്ക് ആക്കി കൊടുക്കാം. 4 കോർണേഴ്സും അതുപോലെ തന്നെ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പെട്ടെന്ന് തീർക്കാനുള്ള പരിപാടിയാണ്. അതുകൊണ്ട് നമ്മൾ കുറേ പേപ്പേഴ്സ് ഒപ്പം വെച്ചിട്ടല്ലേ കട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചില മിസ്റ്റേക്കൊക്കെ വന്നിട്ടുണ്ടാവും. ചില പേപ്പേഴ്സിൻ്റെ സൈസ് വലുതാവും, ചിലത് ചെറുതാവും. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. നമുക്കറിയാലോ, ഫ്ലവേഴ്സ് ഡിഫറെൻറ്റ് ഷേപ്സിലും ഡിഫറെൻറ്റ് സൈസിലും ഉണ്ടാവും. പിന്നെ എല്ലാം പാടെ ഒപ്പം വെക്കുമ്പോൾ അതൊന്നും അറിയില്ല. ഇനി ഫ്ലവർ ഉണ്ടാക്കാൻ സിമ്പിളാണ് കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് വെച്ച പേപ്പർ ഇങ്ങനെ കൈയിൻ്റെ മേലേക്ക് വെച്ചിട്ട് ഉള്ളിലോട്ടൊന്ന് ഒരു വിരലുകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴത്തെ ഭാഗം ട്വിസ്റ്റ് ചെയ്താൽ മതി. ഇത് എന്ത് രസമാണ് കാണാൻ. ഇതെന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് കുറേ പ്രാവശ്യം ചെയ്യണം. വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മേനെയും ഹെൽപ്പിന് വിളിച്ചായിരുന്നു. കോളേജിലാവുമ്പോൾ വേറെ ഒരുപാട് ഫ്രണ്ട്സ് എല്ലാവരും ഒപ്പം ഇരുന്നിട്ട് ഒറ്റ കെട്ടായി ചെയ്തിട്ടുണ്ടാക്കിയൊരു ഡെക്കറേഷൻ ആയിരുന്നു കേട്ടോ ഇത്. ഇനി നമ്മളൊരു കമ്പി എടുത്തിട്ട് ഈ ഫ്ലവേഴ്സ് അതിൽ ചുറ്റണം. ജസ്റ്റ് ഒരു ചുറ്റിയാൽ മതി. നല്ല ടൈറ്റാക്കിയിട്ട് അമർത്തി വെക്കുകയാണെന്ന് വെച്ചാൽ അതെന്തായാലും പോരില്ല. എങ്ങോട്ടും അനങ്ങാണ്ട് അവിടെ തന്നെ ഇരുന്നോളൂ. ഫസ്റ്റ് ഫ്ലവർ നമ്മൾ ഈ തട്ടത്ത് ഇങ്ങനെ ഇരിക്കണ പോലെ ആദ്യം തന്നെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ മുല്ലപ്പൂ കോർക്കില്ലേ, അതുപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ഒരു ചുറ്റിയാൽ മതി. അപ്പോൾ കമ്പിൻ്റെ നീളം അത്രയും കിട്ടും. ഇനി നമ്മൾ റിപ്പീറ്റ് ദ സെയിം പ്രോസസ്സ്. ഈ കമ്പിൻ്റെ നീളം ഫിനിഷ് ആവണ വരെ നമ്മൾ ഇതന്നെ തുടർന്നുകൊണ്ടേയിരിക്കുക. എനിക്ക് ഡെക്കറേഷൻ പരിപാടിക്കൊക്കെ പോകാൻ ഒരുപാട് ഇഷ്ടമാണ്. കോളേജിൽ ഇപ്പോൾ ഓരോ പരിപാടി വരുമ്പോഴും ഞാൻ ഡെക്കറേഷൻ കമ്മിറ്റിയിൽ കയറാറുണ്ട്. ഇങ്ങനെയൊക്കെ പോണതിനുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ക്ലാസ് കട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇടയ്ക്ക് ഇതേ വീട്ടിൽ കൊണ്ടുവന്നിട്ടും പണിയുണ്ടാവും. പക്ഷേ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്കതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ. പിന്നെ എനിക്കിതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുന്നുള്ളതും എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അതേപോലെ ഈയിടെയായിട്ട് നമ്മുടെ സബ്സ്ക്രൈബ് അക്കൗണ്ടൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ. അതിനൊക്കെ നിങ്ങളോട് എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതേപോലെ നിങ്ങളുടെ കമൻറ്റ്സ് കാണുമ്പോഴും ഓരോ വീഡിയോയ്ക്കുള്ള റെസ്പോൺസ് കാണുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷമാവാറുണ്ട്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് എൻ്റെ ഒരു മോട്ടിവേഷൻ. അങ്ങനെ ഇതേ നമ്മുടെ പൂവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ ഒരുപാട് എണ്ണം ഉണ്ടാക്കണം. ഞാൻ ഏകദേശം ഒരു 20 എണ്ണം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകാൻ ചെയ്തത്. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇതിനി ഇങ്ങനെ കൊണ്ടുപോകാനായി. കല്യാൺ സിൽക്സിൻ്റെ വലിയൊരു ബിഗ് ഷോപ്പർ എടുത്തിട്ട് വന്നു. ഞാനിവിടെ ലാസ്റ്റ് എൻഡിൽ നമ്മൾ കുറച്ച് ഭാഗം വിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം അവിടെ ചുറ്റി കൊടുക്കുക എളുപ്പത്തിന് വേണ്ടിയിട്ട്. അതെല്ലാം ഒരുമിച്ച് വെച്ചൊരു സെറ്റാക്കി. എന്നിട്ട് നമ്മൾ ബിഗ് ഷോപ്പറിലിട്ടു. കോളേജിൽ കൊണ്ടുപോയി നോക്കിയപ്പോൾ അതെ വേറെ കൊണ്ടുപോയിണ്ടായിരുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടാക്കി വന്നിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ തലേ ദിവസം അവിടെ ഇരുന്ന് കുറേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രീയിൽ വെക്കേണ്ട സെറ്റപ്പൊക്കെ ബോയ്സ് തന്നെ ചെയ്തേ. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബും കൂടി തരണേ. അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.